ലാ യജ്തമിഉ ശഖാഉ മഅ ഇത്തിബാഇൽ ഹുദാ. സന്മാർഗത്തെ പിന്തുടർന്നാൽ നല്ലൊരു മാർഗം. ഇവിടെ ഇപ്പോ ഈ പ്രവർത്തകർക്ക് ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ മുജീബ് സാഹിബിന്റെ അതുപോലെ നവാസ് അങ്ങനെയുള്ള കുറെ ചെറുപ്പക്കാരാണല്ലേ, ദാടിയൊക്കെ നരച്ചെങ്കിലും ചെറുപ്പമാണ്. അപ്പോ ഈ ചെറുപ്പക്കാർക്ക് ഇവിടെ ഒരു നാടകം വെച്ചെങ്കിൽ, അല്ലെങ്കിൽ ഒരു 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 മറ്റേതെങ്കിലും ഒരു കാര്യം വെച്ചിരുന്നെങ്കിൽ, ഒരു ഗാനമേള വെച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് വേടനെ കൊണ്ടുവന്നിരുന്നെങ്കിൽ, ഇല്ലെങ്കിൽ തൊപ്പിയെ കൊണ്ടുവന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ സമാനമായ ഏതെങ്കിലും ഇപ്പോ ഈ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡായി നിൽക്കുന്ന ഏതെങ്കിലും ഒരു രീതിയിൽ ഇസ്ലാമികമല്ലാത്ത ഒരു പരിപാടി വെച്ചാൽ ഇവരെ മഹല്ലിന്ന് പുറത്താക്കുവോ? ഇല്ലല്ലോ, മഹല്ലിന്ന് പുറത്താക്കില്ല. ഇവർക്ക് എന്തെങ്കിലും നഷ്ടം വരുമോ? ഒരു നഷ്ടവും വരാനില്ല. പക്ഷെ ഇവർ ഈ സമയത്തും ഈ പ്രതിസന്ധിയുടെ ഈ പ്രതികൂല കാലാവസ്ഥയിലും സാമ്പത്തികമായി പലരും പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോഴും ഈ പരിപാടി ഇങ്ങനെ സംഘടിപ്പിച്ച് ഒരുപാട് പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ചു കൊടുത്ത് നാളെ അല്ലേ കല്യാണം, നാളെ പ്ലാവണ്ണൂർ ശ്രീ ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ എന്നെ സോഷ്യൽ മീഡിയയിലൂടെ കേൾക്കുന്ന, ലൈവിലൂടെ കാണുന്ന കേൾക്കുന്ന സഹോദരങ്ങളോട് പറയുന്നത്, നുസ്റത്തുൽ മസാക്കീൻ എന്ന് പറഞ്ഞാൽ അഗതികളെ സഹായിക്കുന്ന ഈ സംരംഭത്തിൽ, മുസ്ലിമീങ്ങളുടെ ഈ കൂട്ടായ്മയിൽ നാളെ ഒരു സാധു പെൺകുട്ടിയുടെ വിവാഹം നടക്കുകയാണ്. അത് തങ്ങളുടെ മോളല്ല, പള്ളിയിലെ ഉസ്താദിന്റെ മോളല്ല, മൊല്ലയുടെ മോളല്ല, ലബ്ബയുടെ മോളല്ല, ഈ നാട്ടിലെ ഒരു മുസ്ലിം പെൺകുട്ടിയല്ല. ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ വെച്ച്, പ്ലാവണ്ണൂർ ശ്രീ ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ വെച്ച് നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയുടെ വിവാഹം നടക്കുകയാണ്. അതിന്റെ ഫുൾ സാമ്പത്തികം അല്ലേ സ്വർണം, ഭക്ഷണം, അതല്ലേ ഉള്ളു. പിന്നെ വേറെന്താ ഉള്ള? വസ്ത്രം, ഇത്രയല്ലേ ഉള്ളൂ. ഇതൊക്കെ കൊടുത്തിട്ട് ഇവര് കല്യാണം നടത്തുകയാണ്. ഇത് കാണുന്ന ഈ കൊച്ചുമക്കൾ, ഈ വലിയ ഇക്കമാര് ചെയ്യുന്ന, അല്ലെങ്കിൽ മുതിർന്ന ആളുകൾ ചെയ്യുന്ന ഈ പരിപാടി ഈ കൊച്ചുമക്കൾ കാണുകയാണ്. ഈ മക്കൾ നാളെ എന്ത് ചെയ്യും? ഇവരുടെ ഈ സന്മാർഗ പാതയിൽ പിന്തുടരും. മനസ്സിലായോ? ഈ സന്മാർഗ പാത അവർ പിന്തുടരും. ഈ മക്കളുടെ മനസ്സിൽ ഇവിടെ നടക്കുന്ന വിവാഹവും സഹായവും മനസ്സിൽ ശിലയിൽ കൊത്തിവെച്ചതുപോലെ, മണലിൽ എഴുതി പിടിപ്പിച്ചതല്ല, ശിലയിൽ കൊത്തിവെച്ചതുപോലെ അവരുടെ മനസ്സിൽ അവർ കുറിച്ചിടും. ഞങ്ങളുടെ ഇക്കമാര് ഇതുപോലെ പരിപാടി വെച്ച ആളുകളിൽ നിന്ന് പൈസ സ്വരൂപിച്ച് പാവപ്പെട്ട പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ചയക്കാൻ നല്ല കാര്യമാണ്. ഇത് നല്ലൊരു പുണ്യമുള്ള കാര്യമാണ്. ആ കാര്യം ഇവരുടെ മനസ്സിൽ കണ്ടാൽ ഇവർ അതിനെ പിന്തുടരും. അങ്ങനെ പിന്തുടരുന്നാൽ ലാ യജ്തമിഉ ശഖാ മഅ ഇത്തിബാഇൽ ഹുദാ. സന്മാർഗം എവിടെ കണ്ടാൽ, നല്ല മാർഗം എവിടെ കണ്ടാലും, നല്ല വഴി എവിടെ കണ്ടാൽ, നല്ല സുഹൃതങ്ങൾ എവിടെ കണ്ടാൽ അതിനെ പിന്തുടരുമോ? ഒരിക്കലും പരാജയം സംഭവിക്കില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയുകയാണ്, ഫമനിത്തബഅ ഹുദായ ഫലാ യളില്ലു വലാ യശ്ഖാ. സൂറത്തു ത്വാഹയിലെ 123-ാമത്തെ വചനത്തിൽ അല്ലാഹ് പറയുകയാണ്, ആദം ഹവ്വ ദമ്പതിമാരെ അല്ലാഹു സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കുമ്പോ അവരോട് അല്ലാഹു പറയുന്നു, ഫമനിത്തബഅ ഹുദായ, ഞാൻ ഹുദയിറക്കുകയാണ്, സന്മാർഗത്തിന്റെ വഴി നിങ്ങൾക്ക് തുറന്നു തരികയാണ്, നേരായ മാർഗം നിങ്ങളുടെ മുന്നിൽ ഞാൻ തുറന്നു തരികയാണ്. ആരാണോ ഫമനിത്തബഅ ഹുദായ, ആ സന്മാർഗ പാതയെ പിന്തുടരുന്നവരാരാണോ, ഫലാ യളില്ലു വലാ യശ്ഖാ, അവരൊരിക്കലും നിർഭാഗ്യവാന്മാരല്ല. അവർ ഈ ലോകത്തും വിജയിക്കും, നാളെ പരലോകത്തും വിജയിക്കുന്നതാണ്. അവര് പരാജയപ്പെടില്ല. നല്ലത് തുടങ്ങി വെച്ചു കൊടുക്ക്, അതിനെ കണ്ട് വളരട്ടെ. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നമ്മൾ എന്ത് നന്മ ചെയ്താൽ നമ്മൾ എന്താ കരുതിയേ? എത്ര ഉസ്താദുമാര്, മർഹൂം PK യൂനുസ് ഉസ്താദ്, അപ്പുറത്തോട്ട് പോയ തഴവ മുഹമ്മദ് കുഞ്ഞു മൗലവി ഉസ്താദ്, ഇങ്ങോട്ട് വന്നാൽ കോട്ടക്കര ഇബ്രാഹിം കുട്ടി ഉസ്താദ്, ഉമർ കുട്ടി ഉസ്താദ്, അല്ലേ?
ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ ശിഹാബുദ്ദീൻ ഉസ്താദ്. പിന്നെ ആരാളുള്ളത്? അത് തന്നെ യൂനുസ് മൗലവി ഉസ്താദ്. യൂനുസ് മൗലവി ഉസ്താദിനെ ആദ്യം ഞാൻ പറഞ്ഞത്. മൗലവി ഉസ്താദ്, തഴവ ഉസ്താദ്, കോട്ടക്കര ഉസ്താദ്, അതുപോലെ തന്നെ മഹാനായ ഉമർകുട്ടി ഉസ്താദ്, ഇങ്ങനെ മഹത്വക്കളായ ഉസ്താദുമാർ, ശിഹാബുദ്ദീൻ ഉസ്താദ്, ഈ നമ്മുടെ ഈ ഇട്ടാവട്ടത്തിൽ കിടക്കുന്ന വലിയ വലിയ മഹത്വക്കളായ ഉലമാക്കൾ, ഞാൻ പേരെടുത്ത് ഇവരെ പറയുമ്പോ, ഞാന് ഇവിടെ പഠിക്കുന്ന സമയത്തും വലിയ പരിചയമുണ്ടായിരുന്ന, ഒരുപാട് സ്നേഹത്തോടെ ഇടപഴകുമായിരുന്ന കോയാക്കുട്ടി ഉസ്താദ്, അള്ളാഹു ഖബർ വിശാലമാക്കട്ടെ. കോട്ടക്കര അബ്ദുൽ ഹക്കീം ഉസ്താദ്, അള്ളാഹു ഖബർ വിശാലമാക്കട്ടെ. അങ്ങനെ ഒരുപാട് പണ്ഡിത മഹാന്മാര്, അവരൊക്കെ മരണപ്പെട്ടു പോയി. നമ്മൾ ചിന്തിക്കും, നമ്മളും മരിച്ചാൽ നമ്മൾ ചിന്തിക്കുന്ന എന്താണെന്നറിയോ? നമ്മൾ ഇവിടെ ഒരാള് അമല് ചെയ്തു, ഞാനിപ്പോ എന്തെങ്കിലുമൊക്കെ അമല് ചെയ്തു, ഈ ചെയ്ത അമല്, ഒരു ഉദാഹരണം ഞാൻ പറയാം. അള്ളാഹു ഇതിന്റെ സംഘാടകർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഇപ്പൊ മുജീബ് സാഹിബിന്റെ നേതൃത്വത്തിലുള്ള ഇവിടത്തെ ഈ ഒരു കൂട്ടായ്മ, അവര് സുബഹി നിസ്കരിക്കുന്നു, ലോഹർ നിസ്കരിക്കുന്നു, അസർ നിസ്കരിക്കുന്നു, മഗ്രിബ് നിസ്കരിക്കുന്നു, ഇഷാ നിസ്കരിക്കുന്നു, പെണ്ണിനെ കെട്ടിക്കുന്നു, മതപ്രസംഗം വയ്ക്കുന്നു, സാധുക്കളെ സഹായിക്കുന്നു. ഇതൊക്കെ ചെയ്യുമ്പോ ഇതിന്റെയൊക്കെ പ്രതിഫലം എവിടെ കിട്ടും? പറ. ഖബറിൽ കിട്ടും, പരലോകത്ത് കിട്ടും. ആർക്ക് സംശയമില്ലല്ലോ. എന്നാൽ അതോടുകൂടി തീർന്നോ? തീർന്നില്ല. പിന്നെയോ, ഇത് കണ്ടിട്ട്, പള്ളിയിൽ പോകുന്ന കണ്ടിട്ട് മക്കൾ നിസ്കരിക്കാൻ തുടങ്ങി, പെൺകുട്ടികളെ കെട്ടിക്കുന്ന കണ്ടിട്ട് നാട്ടിലെ ചെറുപ്പക്കാര്, ചെറിയ കുട്ടികൾ പിന്നെ അതിനെ പിന്തുടരാൻ തുടങ്ങി, ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്തപ്പോ ഒരു തലമുറ അതിനെ ഏറ്റെടുത്തു. അവര് മരിച്ചു 40 കൊല്ലം കഴിഞ്ഞു. ഈ സംഘാടകര് മരിച്ചു 40 കൊല്ലം കഴിഞ്ഞെന്നിരിക്കട്ടെ. അപ്പോഴേക്കും ഈ ഇരിക്കുന്ന മക്കൾക്ക് ഏകദേശം 19 വയസ്സായി. അവര് അവരുടെ ജീവിതത്തിൽ ഇതുപോലെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ തുടങ്ങി. എന്നാൽ ഈ മരണപ്പെട്ടു പോയ ഇതിന്റെ സംഘാടകർ, അവർ നിസ്കരിച്ചതും ഈ പെണ്ണിനെ കെട്ടിച്ചതും ആയ കൂലി മാത്രമല്ല അവിടെ ഖബറിലേക്ക് കിട്ടുക, പിന്നെയോ ഈ മക്കൾ ചെയ്യുന്നതിന്റെ ഒരു വിഹിതം കൂടി അള്ളാഹു കൊടുക്കും. അതാണ് സൂറത്ത് യാസീനിൽ പറഞ്ഞത്, ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമൂ വആസാറഹും വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. എന്താ പറയുന്നത്? ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ, മരിച്ചവരെയൊക്കെ നാം പുനർജീവിപ്പിക്കും. വനക്തുബു മാ ഖദ്ദമൂ, അവർ ജീവിതത്തിൽ ചെയ്തതെല്ലാം നാം എഴുതി വെച്ചു. ജീവിതത്തിൽ അവർ ചെയ്ത എല്ലാം അല്ലാഹു എഴുതി വെച്ചിരിക്കാൻ കൊടുക്കും, കണക്കില്ലാതെ. അത് മാത്രമല്ല, വആസാറഹും, നിങ്ങൾ ഓതുന്ന യാസീൻ, ഇന്നോതിയത് നാളെ ഓതുന്നത്, ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമൂ വആസാറഹും, ജീവിതത്തിൽ ചെയ്തത് മാത്രമല്ല, ചെയ്യാൻ പ്രേരണയായി, മറ്റുള്ളവർക്ക് മാതൃകയായി, ചെയ്യാൻ വേണ്ടി ബാക്കി വെച്ച് മറ്റുള്ളവർ ഏറ്റെടുത്ത് ചെയ്യുന്നത് കൂടി അള്ളാഹു അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കും. ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ 1-ാം നമ്പർ മദ്രസ എവിടെയാ? ചിറ്റുമൂല. ഇതൊക്കെ അറിഞ്ഞൂടെ? തർബിയത്തുൽ അത്ഫാൽ. ഞാൻ അവിടെ 2-ാം ക്ലാസ്, 3-ാം ക്ലാസ്, 4-ാം ക്ലാസ് ഒക്കെ മദ്രസയിൽ അധ്യാപകനായിരുന്നു. അപ്പോ 1-ാം നമ്പർ മദ്രസ തർബിയത്തുൽ അത്ഫാൽ, ചിറ്റുമൂല. അതിന്റെ കാരണക്കാരൻ യൂനുസ് ഉസ്താദിനെ പോലുള്ള ദുഷണശാലികളായ അള്ളാഹുവിന്റെ ആരിഫീങ്ങളായ മഹാപണ്ഡിതന്മാർ ഇന്നവിടെ മദ്രസയിൽ പഠിപ്പിക്കുന്നു. അധ്യാപകർ ഓതിക്കൊടുക്കുന്നു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുരുന്നു മക്കൾ പറയുന്നു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എത്ര ബിസ്മി അവിടെ വന്നു? മദ്രസ വിടാൻ നേരത്ത് സ്വലാത്ത് ചൊല്ലി പിരിയുന്നു. ആ സ്വലാത്തുകൾ എല്ലാവരും ചെല്ലുന്നു. ഇതിനൊക്കെ ആരാ കാരണക്കാർ? യൂനുസ് ഉസ്താദ്. അദ്ദേഹം ചെയ്ത പ്രവർത്തനം മാത്രമല്ല മൗലവി നഗറിലെ ആ ഖബർസ്ഥാനിൽ കിടന്ന് ആസ്വദിക്കുന്നത്, മറിച്ച് മദ്രസയിലെ ഓതുന്ന മക്കൾ അവര് ചൊല്ലുന്ന ഒരു സ്വലാത്ത്, അവര് പഠിക്കുന്ന അതെല്ലാം ഇങ്ങനെ ഖബറിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് പറഞ്ഞത് ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമൂ വആസാറഹും. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, നിങ്ങൾ ഫമനിത്തബഅ ഹുദായ,
സന്മാർഗത്തെ പിന്തുടര്, നിങ്ങളെങ്ങും പരാജയപ്പെടൂല. സന്മാർഗത്തെ വേണം പിന്തുടരാൻ. അല്ലാതെ ഏതെങ്കിലും എരപ്പാളികൾ നടത്തുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ തോന്നിയാസങ്ങൾ ചെയ്യുന്ന, അത് നമ്മളിൽപ്പെട്ട സമുദായത്തിൽപ്പെട്ട ആര് ചെയ്താലും മതി. ഇപ്പൊ ഒരു പുതിയ സംവിധാനം ഇറങ്ങിയിട്ടുണ്ട്, പുതിയ രീതി ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ആരെയും മുഖം നോക്കാതെ ഞാൻ പറയാൻ, ഇനി മുഖം നോക്കി പറയേണ്ടി വന്നാൽ അതിനും എനിക്ക് മടിയില്ല. നിക്കാഹിന്റെ വേദികളിൽ ഒരു സാധനം കൊണ്ടുവന്നിട്ട്, ഒരു പൂക്കുറ്റി പോലൊരു സാധനമുണ്ട്, അടിച്ചങ്ങോട്ട് കയറ്റി കൊടുക്കാൻ, അടിച്ചു വിടുക. കാണിക്കുന്ന ഈ പരിപാടി, ആ പ്രവണതയിൽ നിന്ന് ഒരു പെണ്ണിന്റെ വാപ്പ അതൊന്നും വേണ്ട, നിങ്ങളെ മട്ടനോ ഒട്ടകമോ എന്തോ കൊടുത്തോ ആളുകൾക്ക്, അതൊക്കെ ഓരോരുത്തരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് കൊടുക്കണം ആളുകൾക്ക് ഭക്ഷണം. മകളുടെ നിക്കാഹാൻ പരസ്യപ്പെടുത്തിയിട്ട് മുഴുവൻ ആളുകളെയും വിളിച്ചിട്ട് വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിക്കാനും കൊണ്ടുപോകാനും കൂടെ കൊടുത്തോ? അതൊന്നും ആരും തടസ്സമില്ല, അതൊന്നും മതത്തിന്റെ വിരുദ്ധമാണെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ നിക്കാഹിന്റെ സരസിൽ കാണിക്കുന്ന കോമാളിത്തരങ്ങൾ ഹൈന്ദവ കല്യാണങ്ങളിലില്ല, ക്രൈസ്തവ കല്യാണങ്ങളിലില്ല. എവിടെയാ നിക്കാഹ് നടക്കുന്നത്? നാളത്തെ വിവാഹം എവിടെയാണ്? നിങ്ങൾ നോക്ക്, നിങ്ങൾ ഈ നോട്ടീസ് കൈകൊണ്ടെടുക്ക്, എന്നിട്ട് നിങ്ങൾ പറ, നാളത്തെ ഇതര സമുദായത്തിലെ പാവപ്പെട്ട സഹോദരിയെ ഇവിടത്തെ നുസ്രത്തുൽ മസാക്കീൻ കല്യാണം കഴിപ്പിക്കുമ്പോ ഇവർക്ക് പറയാമായിരുന്നില്ലേ ഇതിനകത്ത് കല്യാണം വെക്കാമെന്ന്? നടക്കൂല. നിങ്ങളെ പണി നോക്കെന്ന് പറയും അവർക്ക്. ചിന്തിക്ക് പ്രിയപ്പെട്ടവരെ, ഒരു ഹൈന്ദവ സഹോദരിയുടെ വിവാഹം നടത്താൻ നുസ്രത്തുൽ മസാക്കീൻ സ്വർണം കൊടുത്ത്, കല്യാണത്തിന് കൂടുന്നവർക്ക് നല്ല സദ്യ ഒരുക്കി, സ്വർണം കൊടുത്ത്, വസ്ത്രം കൊടുത്ത്, ആ പെണ്ണിനെ കതിർ മണ്ഡപത്തിലേക്ക് കൊണ്ടുപോയി കല്യാണത്തിന്റെ സുന്ദരമായ ജീവിതത്തിലേക്ക് കാലെടുത്തു വെക്കുന്ന ആ ഹൈന്ദവ സഹോദരിയുടെ വിവാഹം നടക്കുന്നത് എവിടെയാണ്? പ്ലാവണ്ണൂർ ശ്രീ ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ അല്ലേ? അവിടെ നിന്ന് മാറ്റാൻ നുസ്രത്തുൽ മസാക്കീന്റെ പ്രവർത്തകർക്ക് കഴിയൂല. കാരണം അവരുടെ വിവാഹം നടക്കുന്നത് ക്ഷേത്ര സന്നിധിയിലാണ്. എങ്കിലേ അവർക്ക് അവരുടെ വിശ്വാസം അനുസരിച്ച് താലി കെട്ടാവൂ. നമ്മളതാണെങ്കിലോ വിമാനത്തിന്റെ മുകളില്, കപ്പലിന്റെ അടിയില്, ഓടുന്ന തീവണ്ടിയില്, ബലൂണിനകത്ത്, അറബാനയ്ക്കകത്ത്, അല്ലേ, പിന്നെ JCBയുടെ മുകളില്. ഇത്രയും വിവരം കെട്ട ഒരു സമൂഹമായി നമ്മുടെ സമുദായം മാറിപ്പോയില്ലേ? ഏതെങ്കിലും ക്രിസ്ത്യാനിയുടെ കല്യാണത്തിൽ ഇതുപോലെ തോന്നിയാസങ്ങൾ കാണിക്കാൻ പറ്റുമോ? ഒരു ഹൈന്ദവന്റെ കല്യാണത്തിൽ തോന്നിയാസം കാണിക്കാൻ പറ്റുമോ? ക്രിസ്ത്യാനിക്കും ഹൈന്ദവനും മദ്രസ ഉണ്ടോ? ക്രിസ്ത്യാനികൾക്കും ഹൈന്ദവനും മതപ്രസംഗങ്ങളുണ്ടോ? ഏറ്റവും കൂടുതൽ മദ്രസ നടക്കുന്നത് നമ്മുടെ സമുദായത്തിൽ, മഹല്ല് നടക്കുന്നത് നമ്മുടെ സമുദായത്തിൽ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ രീതിയിലുള്ള കോമാളിത്തരങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് എന്റെ മോളുടെ കല്യാണത്തിനും 2 കതിന പൊട്ടിക്കണമെന്ന് ആഗ്രഹിച്ചാൽ ആദ്യം ആ മഹല്ലത്തിലെ മണ്ഡപത്തിൽ ആദ്യം കതിന വെടി പൊട്ടിച്ച, അല്ലെങ്കിൽ ഈ കാണുന്ന കോമാളിത്തരം കാണിച്ച ഒരു പെണ്ണിനെ പണ്ടാണ്. നിങ്ങൾ നോക്ക്, എല്ലാം പോയി, തലതിരിഞ്ഞു പോയി. ഇന്ന് പള്ളിയിലേക്ക്, ഞാൻ പറയുന്ന കേൾക്കുന്നില്ലേ? മഴ പെയ്യുന്നത് കൊണ്ടാണ്. നമ്മൾ പള്ളിയിലേക്ക് മരിച്ചു കൊണ്ടുപോകുന്ന ആളിനെ എങ്ങനെയാ കൊണ്ടുപോകുന്നത്? സന്തൂക്കില് അല്ലേ? ഒരു 10-100ഓളം പേരിങ്ങനെ നടന്ന് സന്തൂക്കിൽ ചുമന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് കൽബ് മുഴുവനും മനസ്സ് മുഴുവനും മരണത്തെ പറ്റി ഓർത്തിട്ട്, കാതിൽ കേൾക്കുന്നത് തക്ബീർ, ചുണ്ടുകൊണ്ട് പറയുന്നത് തഹ്ലീൽ, അതുപോലെ കണ്ണ് താഴ്ത്തി വെച്ച് കാലുകൊണ്ട് നടന്ന് കൈകൊണ്ട് ചുമന്ന് ആ മയ്യത്തിനെ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്ന കാലം മറന്നുപോയി. ഇന്ന് മയ്യത്ത് കൊണ്ടുവരുന്നു, വരട്ടെ മെഹ്റാബിനകത്തോട്ട് ആംബുലൻസ് കയറ്റിയാണ് അല്ലേ? എന്നിട്ട് നീക്കി അങ്ങോട്ട് എറിയാണ്. ഇപ്പൊ സന്തൂക്ക് കൊണ്ടുവരുന്ന എവിടെയെന്നറിയോ? എവിടെയാ? കല്യാണത്തിന് വാ, കാക്കാറ മോളെ കല്യാണത്തിന് വാ. പുതിയാപ്പള വന്നു, അപ്പോഴേ വെടി പൊട്ടിച്ച് അവനകത്ത് കയറ്റി. ഈ സ്പ്രേ ഒക്കെ അടിച്ച് നല്ല കുട്ടപ്പനായി വരികയാണ്. ഇതങ്ങോട്ട് ഒരടി അങ്ങോട്ട് അടിച്ചു കൊടുത്ത് കത്തിപ്പോയാൽ എത്ര സ്ഥലത്ത് കത്തിയിരിക്കുന്നു, എന്നാലും പഠിക്കൂല. കത്താതിരിക്കാൻ രാവിലെ യാസീൻ ഓതിയിട്ടാ പോണത്. കാരണം ഓൺലൈനിലെ ഉസ്താദ് പറഞ്ഞു കൊടുത്തു, കല്യാണത്തിലെ മണ്ഡപത്തിൽ തീ കത്താതിരിക്കണമെങ്കിൽ ഇന്നതിൽ ചെല്ലിയാ മതി. ഈ പുതിയാപ്പള സ്റ്റേജിലേക്ക് വന്ന് നിക്കാഹ് കാട്ടിക്കൂട്ടിയിട്ട് പോകുമ്പോ
പുതിയ പെണ്ണിനെ കൊണ്ടുവന്ന് നിങ്ങൾ നോക്ക്, സന്തൂക്കിനകത്താണ് അല്ലേ? പുതിയ പെണ്ണിനെ സന്തൂക്കിനകത്ത് കൊണ്ടുവരികയാണ്. ധാരുടെ പാരമ്പര്യമാണ്. ഇതെവിടെ നിന്ന് കിട്ടിയതാണ്? ഇതെവിടെ നിന്ന് കിട്ടിയതാണ്? ഇത് കാണിച്ചു കൊടുത്തപ്പോ ഇന്ന് പിന്നാലെ വരുന്ന ഓരോ പെണ്ണുങ്ങളും പറയാൻ തുടങ്ങി, എന്റെ കല്യാണത്തിനും സന്തൂക്ക് വേണം അല്ലേ? പൂപ്പന്തല്ല് കെട്ടിയിട്ട് 4 കാലിൽ ഇങ്ങനെ പിടിച്ചിട്ട് പുതിയ പെണ്ണിനെ എങ്ങനെ ഇരുത്തിക്കൊണ്ടുവരിക, അല്ലെങ്കിൽ നിർത്തിക്കൊണ്ട് നടത്തിക്കൊണ്ടുവരികയാണ്. ഓ, ഖത്തീബുമാരുടെ ഗതികേട് എന്ത് ചെയ്യാനാ? ഇതെല്ലാം കണ്ടോണ്ടിരുന്നിട്ട് ഖത്തീബ് അൽ ഫാത്തിഹ ഒരാട്ടി അങ്ങോട്ട് അടിച്ചു കയറ്റി കൊടുക്കുക. ഇല്ല, ജോലി പോവും. നല്ല സമയത്ത് തെങ്ങി കയറാൻ പഠിച്ചോ? ഇല്ല. ഇതിന് വല്ല ജോലി അറിയോ? ഒന്നും അറിഞ്ഞൂടാ. പാവം. വല്ലാത്തൊരവസ്ഥയാണ് നമ്മുടെ സമുദായത്തിന്റെ അവസ്ഥ. എനിക്കറിയാം ഇത് നാളെ ക്ലിപ്പാവും, വിവാദമാവും. ആ വിവാദങ്ങളെ ഞാൻ എനിക്ക് കിട്ടുന്ന അനുമോദനങ്ങളായി, അംഗീകാരമായി ഞാൻ ഏറ്റെടുക്കുകയും ചെയ്യും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ രീതിയിൽ ആരെങ്കിലും എന്തെങ്കിലും കാണിച്ചു കൊടുത്താൽ അതൊരു സമൂഹം ചെയ്താൽ ഖബറിൽ ചെന്ന് കിടക്കുമ്പോ ഈ ചെയ്തതിന്റെ ശിക്ഷ മാത്രമല്ല, മറിച്ച് പിന്നീട് ചെയ്യുന്നതിന്റെ ശിക്ഷ കൂടി. നീ ചെയ്തതിന്റെ അടിയിൽ നിനക്ക് കിട്ടും, വാതാറകു നീ കാട്ടിക്കൊടുത്തതിന്റെ അടിയിൽ നിനക്ക് കിട്ടുമെന്ന് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് എന്തു വേണം? സന്മാർഗത്തിന്റെ വഴി മാത്രം നീ തെരഞ്ഞെടുക്കണം. ഇവിടെയും പരാജയമില്ല, അവിടെയും പരാജയമില്ല.